ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലിൻ സീരിയൽ. ഞാനിവിടെ കുടുംബവിളക്ക് സീരിയലിലെ 10 ഡിസംബർ 2020, അതായത് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഏഷ്യാനെറ്റ് സീരിയൽ റിവ്യൂസ് പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലിൻ സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സുമിത്ര സാവിത്രി അമ്മ താലിയുടെ മഹത്വത്തെപ്പറ്റി പറഞ്ഞത് ഓർത്തുകൊണ്ടാണ്. അമ്മ എന്ന വാക്കുപോലെ താലി എന്ന വാക്കിലും രണ്ടക്ഷരമേ ഉള്ളൂ എന്നും ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റില്ല അമ്മ എന്ന വാക്കിനർത്ഥമെന്നും താലി എന്ന വാക്കും അതുപോലെ ആണ് എന്നുമൊക്കെ സാവിത്രി അമ്മ പറഞ്ഞത് സുമിത്രയ്ക്ക് ഓർമ്മ വരുന്നു. അത് കേട്ട് സുമിത്രയ്ക്ക് ഒരുപാട് ദുഃഖമുണ്ടാകുന്നു. തൻ്റെ താലി കണ്ണിൽ വെച്ച് വണങ്ങി സുമിത്ര സ്വയം പറയുന്നു, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഈ താലി വണങ്ങാനുള്ള ഭാഗ്യം ഇല്ലാതാകുമോ? ഇതേ സമയം സരസ്വതി അമ്മ സുമിത്രയുടെ മുറിയിലേക്ക് വരുന്നു. നീ ഉറങ്ങിയില്ലേ സുമിത്ര ഇതുവരെ? നാളത്തെ കാര്യം ഓർത്ത് നിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു കാണുമല്ലേ? നാളത്തെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. സുമിത്ര സരസ്വതിയമ്മടായി. ഞാൻ ഉറങ്ങി എന്നറിയാൻ വന്നതാണോ അമ്മ? സരസ്വതിയമ്മ അല്ല, നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാന്ന് വെച്ച് വന്നതാ. നാളെ മുതൽ നീ എൻ്റെ മരുമോൾ അല്ലാതാകിയല്ലേ? സുമിത്ര. അപ്പൊ അമ്മ ഉറപ്പിച്ചോ നാളെ ഡിവോഴ്സ് കിട്ടുമെന്ന്? സരസ്വതിയമ്മ. നാളെ നീയും സിദ്ധവും ഡിവോഴ്സ് പേപ്പർ കയ്യിൽ വാങ്ങുവാൻ പോകുമല്ലേ? ഡിവോഴ്സ് കിട്ടുമെന്നത് എനിക്കുറപ്പാ. നാളെ മുതൽ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി വെറുമൊരു മഞ്ഞ ലോഹമാകാൻ പോകുമല്ലേ സുമിത്രേ? സുമിത്ര. അമ്മ ഒരുപാടങ്ങ് സന്തോഷിക്കേണ്ടമ്മേ. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിക്കൊരു മഹത്വമുണ്ട്. ദൈവം സാക്ഷിയാക്കി അദ്ദേഹം എൻ്റെ കഴുത്തിൽ കെട്ടിയതാ ഈ താലി. അമ്മയുടെ മോശം പ്രവൃത്തികൾ ചെയ്തിട്ടും അച്ഛൻ അമ്മയെ ഉപേക്ഷിക്കാത്തത് ഈ താലിയുടെ മഹത്വം അറിയാവുന്നത് കൊണ്ടാ. അടുത്ത ഭാഗത്തിൽ വേദിക സിദ്ധാർത്ഥനെ വിളിച്ച് പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ ചോദിക്കുന്നു. തന്നെ കൂട്ടുകൊണ്ടുവരാൻ സിദ്ധാർത്ഥ വരണമെന്നും സിദ്ധുവിൻ്റെ ഭാര്യ അല്ലാതാകുന്ന അവസ്ഥയിൽ സുമിത്രയെ കാണണമെന്നും വേദിക പറയുന്നു. എന്നാൽ സുമിത്ര ഈ അവസ്ഥ ചോദിച്ചു വാങ്ങിച്ചതാണെന്നും അവളുടെ മറുപടി നെഗറ്റീവ് ആയിരുന്നാൽ ഡിവോഴ്സ് കിട്ടില്ലായിരുന്നെന്നും സിദ്ധാർത്ഥ പറയുന്നു. അടുത്ത് കാണിക്കുന്നത് സുമിത്ര രാവിലെ പൂജാമുറിയിൽ പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി വരുമ്പോൾ അനന്യ സുമിത്രയെ കാത്തു നിൽക്കുന്നു. അനന്യ സുമിത്രയോടായി വക്കീൽ വിളിച്ചിരുന്നു, 11 മണിക്ക് തന്നെ കോടതിയിൽ എത്തണമെന്നും 11:30 കേസ് വിളിക്കുമെന്നും പറയുന്നു. പ്രതീഷ് ഇതുവരെ പ്രോഗ്രാം കഴിഞ്ഞ് എത്താത്തതിനാൽ ശ്രീയങ്കിളിനെ വിളിക്കാമെന്ന് പറഞ്ഞ അനന്യയോടായി സുമിത്ര. പ്രതീഷ് കറക്റ്റ് സമയത്ത് തന്നെ വരുമെന്നും പറയുന്നു. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം പ്രതീഷ് അനന്യയെ വിളിച്ച് കറക്റ്റ് സമയത്ത് എത്താൻ സാധിക്കില്ലെന്ന് പറയുന്നു. അമ്മയെ കോടതിയിൽ ഒറ്റയ്ക്ക് പോകാൻ അനുവദിക്കരുതെന്നും ചേട്ടനും ചേച്ചിയും അമ്മയ്ക്കൊപ്പം പോകണമെന്നും പ്രതീഷ് അനന്യയോടായി പറയുന്നു. എന്നാൽ അനന്യ ഇക്കാര്യം അനിരുദ്ധിനോട് പറയുമ്പോൾ കോടതിയിൽ പോകാൻ അനിരുദ്ധ് തയ്യാറാകുന്നില്ല. പ്രതീഷിനോട് പോകാനാണ് അനിരുദ്ധ് പറയുന്നത്. അനന്യ സുമിത്രയ്ക്ക് ഒറ്റയ്ക്ക് കോടതിയിൽ വിടാൻ തയ്യാറാകുന്നില്ല. സുമിത്രയുമായി സ്വന്തം കാറിൽ അനന്യ കോടതിയിൽ പോകാൻ തയ്യാറാകുന്നു. സുമിത്ര ആദ്യം എതിർപ്പ് പറയുന്നെങ്കിലും പിന്നീട് സമ്മതിക്കുന്നു. രണ്ടുപേരും കോടതിയിലേക്ക് തിരിക്കുന്നു. കോടതിയിൽ എത്തിച്ചേർന്ന സുമിത്രയും അനന്യയും ദീപുവിനെ കാണുന്നു. ദീപുവിനെ വിഷമത്തോടെ നോക്കി നിൽക്കുന്ന സുമിത്രയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.